നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറയുമല്ലോ, സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കണം. ഇത് സഭ്യമായ ഭാഷയായിരിക്കും ഉപയോഗിച്ചത്. സർക്കാരിൽ നിന്ന് അതിന് പണം വാങ്ങുന്നെങ്കിലും വാടക വാങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൈവറ്റ് ഹൗസായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അത് ഒഫീഷ്യൽ റെസിഡൻസ് ആണ്. അവൾ നിങ്ങളുടെ ഓഫീസിന്റെ ഭാഗം തന്നെയാണ് മിനിസ്റ്റർ. നിങ്ങളൊന്നും തിരിച്ചറിയണം. അത് നിങ്ങൾ ആരാണ്? നിങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറയാൻ. നിങ്ങളുടെ വീടല്ലത്, നാട്ടുകാരുടെ വീടാണ്. അവർക്ക് വരാൻ പരാതിയായിട്ട്. നാണമില്ലേ നിങ്ങൾക്ക് ഈ സ്ഥാനത്തിരിക്കാൻ? കൊലയാളികൾക്ക് വരെ ചെലവിന് കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും ബക്കറ്റ് പിരിവെടുക്കുന്ന പാർട്ടിക്കാരാണ് ഇവരെ ബക്കറ്റ് പിരിവെന്ന് ഇളമരക്കരിവ് ഉൾപ്പെടെ ആക്ഷേപിക്കുന്നത്. ഇളമരക്കരിവിനൊക്കെ നാണമില്ലേ ഇവരെ ബക്കറ്റ് പിരിവെന്ന് പറയാൻ? നിങ്ങളൊക്കെ എത്ര ബക്കറ്റ് എടുത്തോണ്ട് നടന്നിട്ടുണ്ട്? നമ്മുടെ മുഖ്യമന്ത്രി ബക്കറ്റ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കഴിഞ്ഞ 22 ദിവസമായിട്ട് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ സഹോദരിമാരും അമ്മമാരും ഒക്കെയാണ് അവര് ഇവിടെയുള്ള ഗർഭിണികൾക്ക് സമയാസമയങ്ങളിൽ വേണ്ട ശുശ്രൂഷ കൊടുക്കുക, അവർ അഡ്വൈസ് ചെയ്യുക, അവര് ആശുപത്രികളിൽ പ്രസവം നടക്കുന്നു, അവരുടേത് നടക്കുന്നു എന്ന് ഉറപ്പാക്കുക, അതുപോലെ ശിശുമരണം തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നവരാണ്. അവർ ചെയ്തുകൊണ്ടിരുന്ന സേവനം എന്ന് പറയുന്നത് ഇവിടെ നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും എല്ലാം അതിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അതോടുകൂടി അവര് പോയി ഒരു ബന്ധപ്പാടുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടും പരാതിയും പരിവേദനയും ഇല്ലാതെ അവര് പോയി ഈ ആളുകളെയൊക്കെ സഹായിച്ചിട്ടുള്ളവരാണ്. കോവിഡിന് പുറത്തിറങ്ങി നടക്കാൻ പോലും ആരുമില്ലാത്തപ്പോൾ ഇവർ പുറത്തിറങ്ങിപ്പോയി ഈ ശുശ്രൂഷകളൊക്കെ നടത്തിയ ആളുകളാണ്. അവരാണ് ഇന്ന് തെരുവിൽ കിടക്കുന്നത് സമരമായിട്ട്. 233 രൂപ പ്രതിദിന വേതനം കിട്ടുന്നത് കുറച്ചൊന്ന് കൂട്ടിക്കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ അവർ സന്നദ്ധ പ്രവർത്തകരായതുകൊണ്ടും സന്നദ്ധ സേവകരായതുകൊണ്ടും അവർക്ക് ഇതിനൊന്നും അർഹതയില്ല എന്നുള്ളതാണ് പറയുന്നത്. ശരിയായിരിക്കാം ഇവരുടെയൊക്കെ കാഴ്ചപ്പാട്. നമ്മുടെ ഭരണകൂടം അങ്ങനെ ആയിപ്പോയി. അവരൊക്കെ സേവനമൊന്നുമല്ല അവർ ചെയ്യുന്നത്. അവർക്ക് പക്ഷേ ശമ്പളമുണ്ട്. അത് സേവനമല്ല അവര്. അതിപ്പോൾ മനസ്സിലാക്കി. രാഷ്ട്രീയം എന്ന് പറയുന്നതും ഇപ്പൊ ഈ മന്ത്രിപദം, MLA പദം, MP പദം ഇതൊന്നും സേവനമല്ല. ഇപ്പോൾ ഇത് ബിസിനസ്സാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. അതോടുകൂടി അവർക്ക് ശമ്പളം വേണം. പക്ഷേ ഇവർക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല. കാരണം ഇവർ പാവങ്ങളാണ്, ചോദിക്കാൻ പറയാനും ആരുമില്ലാത്തതാണ്. ഇപ്പം ഞാനിത് പറയാൻ കാരണം ഒരിക്കൽ ഇത് പറഞ്ഞാണ്. അപ്പം ഒന്നുകൂടെ പറയാൻ കാരണം അവിടെ തിരുവനന്തപുരത്ത് 2 ദിവസം മുമ്പ് അതിശക്തമായ മഴയായിരുന്നു. വലിയ പേമാരി അവിടെ ഉണ്ടായി. അത്രത്തോളം വലിയ മഴ. ഈ മഴയത്ത് ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പാവങ്ങൾ രാപകൽ സമരമാണ്. അവരവിടെ തെരുവിലാണ് അവർ അതിൻ്റെ കഞ്ഞി വെച്ച് കുടിക്കുന്നത്. അപ്പോൾ അവരവിടെ ഒരു ടാർപ്പാളിൽ കൊണ്ടുവന്ന് അതൊന്ന് മുകളിൽ കെട്ടി. ഉടനെ പോലീസിന്റെ വീര്യം ഉണർന്നെണീറ്റു. നമ്മുടെ കേരള പോലീസല്ലേ, അവർ വളരെ വീര്യം ഉണർന്നെണീറ്റു. വന്ന് ഇതെല്ലാം തല്ലി പൊളിച്ച് റെഡിയാക്കി അത് പൊളിച്ചെടുത്ത് കൊണ്ടുപോയി. ഈ പ്ലാസ്റ്റിക് കാര്യം എന്താ? സുരക്ഷാ ഭീഷണി. അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് പോലും. അതായത് ഈ തെരുവിലെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുന്നു. ഇത് അവരവിടെ ഇരിക്കുന്ന സ്ഥലമാണ്. അവരുടെ തലയ്ക്ക് മുകളിലാണ് ഇത് കെട്ടിയത്. അവരവിടെ ഇരിക്കുമ്പോൾ അവരുടെ മേലിൽ കൂടെ വാഹനം പോകാൻ ഒക്കത്തില്ലല്ലോ. ഏതായാലും അവർ റോഡിന്റെ വശത്താണ് ഇരിക്കുന്നത്. അവർ ട്രാഫിക്കൊന്നും അവിടെ തടയുന്നില്ല. അപ്പോൾ അവരുടെ ദേഹത്ത് കൂടെ ഏതായാലും വണ്ടി കയറി പോകത്തില്ലല്ലോ. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന എന്നുള്ള പേരിലും സുരക്ഷാ ഭീഷണി എന്നുള്ള പേരിലും ആണ് ഈ ടാർപ്പായെ അഴിച്ച് മാറ്റി കൊണ്ടുപോയത് കേട്ടോ. അത് സമ്മതിച്ചില്ല. അവർ നനഞ്ഞു. അവർ പെരുമഴ നനഞ്ഞപ്പോൾ അവസാനം അവർക്ക് ഒരു സഹായത്തിന് എത്തിയത് ശ്രീ സുരേഷ് ഗോപിയാണ്. കുടകളും ടാർപ്പാളിനും ഒക്കെ അദ്ദേഹം കുടകളും അതുപോലെ തന്നെ ഈ മഴക്കൂട്ടുകളും കൊണ്ട് കൊടുത്തു. വലിയൊരു കാര്യമാണ്. വലിയൊരു സേവനമാണ് ചെയ്തത്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിലെ ഈ പ്രശ്നം വന്നു. അപ്പോൾ കണ്ണൂരിൽ നമ്മൾ കണ്ടതാണല്ലോ, റോഡിനകത്ത് അവിടെ വലിയ സ്റ്റേജും കെട്ടി. സ്റ്റേജ് മാത്രമല്ല, മൊത്തം ആളുകളൊക്കെ ഇരുന്നു. എല്ലാ നേതാക്കളും നിരന്നിരുന്നു. നെഞ്ചു പിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പോലീസുകാർ തടഞ്ഞു, പക്ഷേ നോട്ടീസ് വന്നു. ആ നോട്ടീസ് പോലീസ് അയപ്പിച്ചത് ആരാണെന്ന് അറിയാം, ജുഡീഷ്യറിയാണ്. അതറിയാം, വിവരം ഉണ്ടായത് കേട്ടോ. അത് ഞാൻ 4 മുടക്കി എൻ്റെ പോക്കറ്റിലിട്ടു. അതുകൊണ്ട് ഇതാണ് കാര്യം. ഈ രീതിയിൽ പെരുമാറുന്ന രാഷ്ട്രീയ നേതൃത്വം അവിടെ ഉള്ളപ്പോൾ ഈ തിരുവനന്തപുരത്ത് തെരുവിൽ സമരം ചെയ്യുന്ന, തെരുവോരത്ത് സമരം ചെയ്യുന്ന അവരെ ഈ ആശാ വർക്കർമാരുടെ ഇതുപോലെ ഉപദ്രവിക്കേണ്ട കാര്യം എന്താണ്? ഹൈക്കോടതി അതിന് ശരിയായ രീതിയിലുള്ള ഓബ്സർവേഷൻസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വെളി വന്നു. ഹൈക്കോടതിയുടെ ഈ ഒബ്സർവേഷൻ, അതായത് ഇത് സർക്കാരിൻ്റെ ഇരട്ടത്തപ്പാണ്, ഉദ്യോഗസ്ഥരുടെ ഇരട്ടത്തപ്പാണ് ഈ കാണിക്കുന്നതെന്ന് ഉള്ളത് തെളിഞ്ഞു. കാരണം എന്താണെന്നറിയോ? ഇതിനു മുമ്പ് ബാലരാമപുരത്ത് അടുത്തൊരു ജംഗ്ഷനിൽ റോഡിൽ കൊണ്ടുവന്ന്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി, അവിടെ കൊണ്ടുവന്ന് ഒരു സ്റ്റേജ് നടുക്കം കെട്ടിയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരൺ നാരായണനോ
എന്ന് പറയുന്ന ഒരു IPS കാര്യമുണ്ട്. അത് ഇപ്പോൾ അവരന്ന് അവിടെ SP ആണ്, റൂറൽ SP ആണ്. അവരെ കൊണ്ടുപോയി അങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. കാര്യം മനഃപൂർവ്വമാണ്. അപ്പോൾ അതിനെതിരെ പരാതി വന്നപ്പോൾ അവിടെ ട്രാഫിക്കിന് തടസ്സമൊന്നും ഉണ്ടായില്ല എന്നാണ് റിപ്പോർട്ട്. മനസ്സിലായി? അപ്പോൾ ഇതിനെക്കുറിച്ച് ഹൈക്കോടതി അത് കോഗ്നിസൻസ് എടുത്തിട്ട് ഹൈക്കോടതി ചോദിച്ചു, ഇതുപോലെ ഇത് ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളെ ഈ പാവപ്പെട്ട ആശമാരുടെ അവിടുന്ന് ടാർപ്പ അഴിച്ചുകൊണ്ട് അറിയാമല്ലോ, ഇത് ചോദിച്ചു. മറ്റിടത്ത് പന്തൽ കെട്ടിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നേരത്തെ റോഡ് വഞ്ചിയൂരിലാണെങ്കിലും പന്തൽ കെട്ടി ഡാൻസ് ആയിരുന്നു അതിനകത്ത്. അത് നടത്തിയതാണ് റോഡിൽ. എന്നിട്ടാണ് ഈ പാവങ്ങൾക്ക് കെട്ടിയിരുന്ന മഴ കൊള്ളാതെ അവർ താൽക്കാലികമായിട്ട് കെട്ടിയ ആ ടാർപ്പാളിൻ അഴിച്ചുകൊണ്ട് പോയത്. ഇനി ഇതിൽ നിന്നും നമ്മൾ കാണേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ഈ ആശമാരുടെ ഈ കാര്യം പറയുമ്പോൾ ഉണ്ടല്ലോ, അവർ ഒരുപാട് ആക്ഷേപിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി അവർക്ക് കൊണ്ടുപോയി കുടയും അതുപോലെ തന്നെ മഴക്കോട്ടും കൊടുത്തപ്പോൾ ഒരു CPM നേതാവ് പ്രസംഗിക്കുകയാണ്, ഘോരഘോരം നിന്ന് ഉമ്മയും കൂടെ കൊടുത്തു കാണുമെന്ന്. കേട്ടോ, ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് ആദ്യം ചിന്തിക്കുക. അമ്മയും പെങ്ങളും ഇല്ലാത്തവരല്ലേ ഇതുപോലെ പറയുള്ളൂ. അതാദ്യം മനസ്സിലാക്കണം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറയുമല്ലോ, സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കണം, ഇത് സഭ്യമായ ഭാഷയായിരിക്കും ഉപയോഗിച്ചത്. അതിന് എന്ത് നടപടി വന്നെന്നും കൂടെ ഗോവിന്ദൻ മാസ്റ്റർ വെളിവാക്കണം. ഇനി അതുപോലെ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടം ഇതിനെ വളരെയധികം ഈ മന്ത്രിയുടെ നടപടിയെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അത് ശരിയാണ്. ഈ ഞാൻ പറഞ്ഞു കേട്ടതും മനസ്സിലാക്കിയതും ശ്രീമതി വീണ ജോർജിനെ കാണാൻ, വകുപ്പ് മന്ത്രിയെ കാണാനായിട്ട് ഇവരവിടെ ചെന്നു കേട്ടോ. അത് അവിടെ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ വരാൻ പാടില്ല, ഓഫീസ് സമയത്ത് ഓഫീസ് വന്നോണ്ടോ. ഇവരുടെ സ്വന്തം വീടാണോ അത്? ഒന്ന്, അവർ സർക്കാർ ഭവനത്തിലാണ് താമസിക്കുന്നതെങ്കിൽ എന്തായാലും അവരുടെ വീടല്ല. അതല്ല ഇനി അവരുടെ പ്രൈവറ്റ് ഹൗസ്, എനിക്കറിയില്ല അവരെവിടെ താമസിക്കുന്നത്. അവരുടെ പ്രൈവറ്റ് ഹൗസ് ആണെങ്കിൽ അവർ സർക്കാരിൽ നിന്ന് അതിന് പണം വാങ്ങുന്നെങ്കിൽ, വാടക വാങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രൈവറ്റ് ഹൗസായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അത് ഒഫീഷ്യൽ റെസിഡൻസ് ആണ്. അവിടെ നിങ്ങളുടെ ഓഫീസിന്റെ ഭാഗം തന്നെയാണ് മിനിസ്റ്റർ. നിങ്ങളൊന്നും തിരിച്ചറിയണം. അത് നിങ്ങൾ ആരാണ് നിങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറയാൻ? നിങ്ങളുടെ വീടല്ല, അത് നാട്ടുകാരുടെ വീടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വരാൻ പരാതിയായിട്ട് നാണമില്ലേ നിങ്ങൾക്ക് ഈ സ്ഥാനത്തിരിക്കാൻ? ഇത് ആക്ഷേപിക്കും മാത്രമോ ഇവരെ വിളിക്കുന്നത്, ആ ബിന്ദുവിനെയൊക്കെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ കൃമി കീടം കേട്ടോ, നികൃഷ്ട ജീവി. പിന്നെ ബക്കറ്റ് പിരിവ്, കൊലയാളികൾക്ക് വരെ ചെലവിന് കൊടുക്കാനും അവരെ സംരക്ഷിക്കാനും ബക്കറ്റ് പിരിവെടുക്കുന്ന പാർട്ടിക്കാരാണ് ഇവരെ ബക്കറ്റ് പിരിവെന്ന് ഇളമരം കരീം ഉൾപ്പെടെ ആക്ഷേപിക്കുന്നത്. ഇളമരം കരീമിനൊക്കെ നാണമില്ലേ ഇവരെ ബക്കറ്റ് പിരിവെന്ന് പറയാൻ? നിങ്ങളൊക്കെ എത്ര ബക്കറ്റ് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്? നമ്മുടെ മുഖ്യമന്ത്രി ബക്കറ്റ് എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇവരെ പറയരുത്. അവർ നിങ്ങളെപ്പോലെ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവരല്ല. അവരെ അതിജീവനത്തിന് വേണ്ടി പോകുന്നവരാണ്. അവരെ പട്ടിണി മാറ്റാൻ കരഞ്ഞുകൊണ്ട് തെരുവിൽ നിൽക്കുന്നവരാണ്. അവരെ ഇങ്ങനെ ആക്ഷേപിക്കരുത്.